ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ കോഴികൾക്ക് ഒരുപാട് സപ്ലിമെൻറ്റ് വാങ്ങിച്ചു കൊടുക്കുന്നവരാണ് ഞാനും നിങ്ങളും എല്ലാവരും ഒക്കെ. അപ്പോൾ വൈറ്റമിൻ സപ്ലിമെൻ്റ് ഉണ്ടാവും, അതുപോലെ വിമ്രാൾ, ഗ്രോവി പ്ലക്സ്, അങ്ങനെ ഒരുപാട് സപ്ലിമെൻറ്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. കോഴിയുടെ ഹെൽത്തിന് വേണ്ടിയും നല്ല മുട്ട കിട്ടാനും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തന്നെ കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കൊടുക്കുന്ന ഈ സപ്ലിമെൻ്റ് ഒന്നും അല്ലാതെ ഒരില കൊണ്ട് മാത്രം ഇതെല്ലാ ഗുണങ്ങളും ഒരൊറ്റ ഇലയിൽ കിട്ടുവാണെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലൊരു കാര്യം. അപ്പോൾ ഇന്ന് ആ ഒരു ഇലയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക. വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ എനിക്ക് കാര്യം എന്താ മനസ്സിലാവുള്ളൂ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. അത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കണ്ട കേട്ടോ. ഈ ഇലയെന്ന് പറയുന്നത് ഞാനും നിങ്ങളും ഡെയിലി കൊടുക്കുന്നതാണ്. ഒന്നരാടം കൊടുക്കുക, ഡെയിലി കൊടുക്കുന്ന ഒരില തന്നെയാണ്. ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. അത് നമ്മൾ പലർക്കും അത് അറിയില്ല. നമ്മളിത് കൊടുക്കുന്നു എന്നല്ലാണ്ട് അതിൻ്റെ എന്തൊക്കെ ഗുണങ്ങളുണ്ടെന്നോ അതുകൊണ്ട് എന്തെല്ലാം നമുക്ക് നേട്ടങ്ങൾ കിട്ടുമെന്നൊന്നും നമുക്കറിയില്ല പലർക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ മറ്റുള്ള സപ്ലിമെൻറ്റുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അതിൻ്റെ എല്ലാ ഘടകങ്ങളുണ്ട്, ഇനി നമുക്ക് വേറെ ഒന്നും വേണ്ട എന്ന് തന്നെയാണ് എല്ലാവരും കരുതുന്നത്. നമ്മൾ ഈ ഇലകൾ കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഓരോ ഇലകൾക്കും ഓരോ പ്രത്യേകതയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഇല തന്നെയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പരിചയപ്പെടുത്തുന്നത്. ഈ ഇല നമ്മൾ ഫുഡിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നത് മെഡിസിനായിട്ട് ഉപയോഗിക്കാറുണ്ട്, എല്ലാം നമ്മൾ ചെയ്യാറുണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരുപാട് പ്രോട്ടീനും ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരുപാട് സംഭവങ്ങളും സെപ്പറേറ്റ് നമ്മൾ കൊടുക്കുന്നത് എല്ലാം ഈ ഒരൊറ്റ ഇലയിലുണ്ട് താനും. ഇല ഏതാണെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചില പലർക്കും തോന്നും ഇതാണോ ഇത്രയും വലിയ ബിൽഡപ്പ് ഇട്ട് പറഞ്ഞ കാര്യം, ഇതൊക്കെ ഞങ്ങൾ എന്നും കൊടുക്കുന്ന കാര്യങ്ങളല്ലേ എന്നും കൂടി തോന്നാറുണ്ട്. അപ്പോൾ എന്താണ് ഇത്, എല്ലാവരും കൊടുക്കണതാണ് ശരിയാണ്, അതിൻ്റെ ഗുണങ്ങളും കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഞാൻ പറയുന്നത് ഇന്ന് മുരിങ്ങയിലയെക്കുറിച്ചാണ്. മുരിങ്ങയില അപ്പോൾ നിങ്ങൾ ഇപ്പം തന്നെ സ്കിപ്പ് ചെയ്ത് പോകണ്ട. മുരിങ്ങയിലയെക്കുറിച്ച് ധാരാളം കേട്ടിട്ട് നിങ്ങൾക്ക് സപ്ലിമെൻറ്റ് കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം. അപ്പോൾ ഈ മുരിങ്ങയിലുള്ള ഗുണങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഫുഡ് ഉണ്ടല്ലോ, ഫുഡിൽ എല്ലാത്തിനേക്കാളും ബെറ്ററായൊരു ഇല തന്നെയാണ് മുരിങ്ങയില. മുരിങ്ങയിലയിൽ വൈറ്റമിൻ എയും സിയും B1, B2, B3, B6, ഫോളോക്സ് എന്നിവ സമ്പന്നമായ ഒരു ഇല തന്നെയാണ് മുരിങ്ങയില. അവയിൽ മഗ്നീഷ്യം ഉണ്ട്, ഇരുമ്പുണ്ട്, കാൽസ്യം ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, സിങ്ക് ഉണ്ട് എന്നിവയെല്ലാം ധാരാളമായിട്ടുണ്ട്. ഇതെല്ലാം ഒടുങ്ങിയ നമ്മൾ ഫുഡാണ് ഗ്രോവി പ്ലക്സും വിമ്രാളും ഒക്കെ അല്ലേ. ഈ രണ്ട് മരുന്നുകളും നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന മരുന്ന് തന്നെയാണ്. ഇത് നമ്മൾ ഡെയിലി കൊടുക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ആഴ്ചയിൽ കൊടുക്കുന്നവരുണ്ട്, അങ്ങനെ ഒരുപാട് പ്രാവശ്യം കൊടുക്കണം അല്ലെങ്കിൽ കൊടുക്കാത്തവരും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ മരുന്നുകളിൽ ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. എല്ലാ ഐറ്റംസും അടങ്ങിയിട്ടുണ്ടെന്ന് പറയാം. അപ്പോൾ ഈ ഒരു ഇലയിൽ ഇത്ര ഐറ്റംസ് ഉണ്ട്. ഇത് മാത്രമല്ല നിങ്ങൾ പറയാനുള്ളത്, നമ്മൾ കൊടുക്കുന്ന മറ്റു പല ഫുഡുകളുണ്ട്. മുരിങ്ങയില നമ്മൾ കൊടുക്കാറുണ്ട്. മുരിങ്ങയിലൻ്റെ കൂടെ തന്നെ നമ്മൾ ചീരയില കൊടുക്കാറുണ്ട്. ചീരയില അടങ്ങിയിരിക്കുന്ന ഇരുമ്പിനേക്കാളും 25 മടങ്ങ് നമുക്ക് ഈ മുരിങ്ങയില അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എത്രമാത്രം ഇരുമ്പ് സത്ത് മുരിങ്ങയിലുണ്ട്. അതുപോലെ തന്നെ വൈറ്റമിൻ സി ഓറഞ്ചിൻ്റെ തൊണ്ടും വെള്ളം നാരങ്ങ നീരും ഒക്കെ നമ്മൾ വേനൽ സമയത്തും ഒക്കെ കൊടുക്കാറുണ്ട്. എപ്പോഴും കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഓറഞ്ചിൻ്റെ ഇതൊക്കെ നല്ലതാണ്, നാരങ്ങാ നീരൊക്കെ നല്ലതാണ്. അത് ഓറഞ്ചിനേക്കാളും അതുപോലെ നാരങ്ങാ നീരിനേക്കാളും 7 മടങ്ങ് കൂടുതലുണ്ട് വൈറ്റമിൻ സി നമ്മുടെ മുരിങ്ങയിലയിൽ. അപ്പോൾ നമുക്കിപ്പോൾ നാരങ്ങാ നീര് തന്നെ കൊടുക്കണമെന്നില്ല എന്ന് മനസ്സിലായില്ലേ നിങ്ങൾക്ക്. അപ്പോൾ നമുക്ക് ഫുഡിൻ്റെ കൂടെ ഇപ്പോൾ കൊടുക്കുമ്പോഴത്തേക്കും മുരിങ്ങയില കൊടുത്താലും വളരെ നല്ലതാണ്. അതുപോലെ ക്യാരറ്റിനേക്കാൾ 10 മടങ്ങ് ഉണ്ട് സീറ്റ കരോട്ടിൻ. അതുപോലെ തന്നെ ഏത്തപ്പഴത്തിനേക്കാളും 15 മടങ്ങുണ്ട് പൊട്ടാസ്യം. അപ്പോൾ അതുപോലെ തന്നെ ഓരോ ഐറ്റംസിനേക്കാളും നമ്മൾ സാധാരണ ഓരോന്ന് കൊടുക്കുന്ന ഐറ്റംസിനേക്കാളും ഇരട്ടിക്ക് ഒരുപാട് മടങ്ങ് ഇരട്ടിയാണ് നമുക്ക് ഈ മുരിങ്ങയിലേൻ്റെ ഗുണമുള്ളത്. അപ്പോൾ മുരിങ്ങയില നിങ്ങൾ സ്ഥിരമായിട്ട് കൊടുക്കുന്നവരെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് സ്ഥിരമായിട്ട് ചിലപ്പോൾ എല്ലാവരുടെ വീട്ടിലും മുരിങ്ങ ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ ഇത് എല്ലാ വീട്ടിലും ഒന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ കൂടുതലായിട്ട് കിട്ടുമ്പോഴത്തേക്കും മുരിങ്ങയില കിട്ടുകയാണെങ്കിൽ ഒന്ന് ഈ ഫ്രിഡ്ജിലെടുത്ത് സൂക്ഷിക്കാം. ഇതിപ്പോൾ കോഴികൾക്ക് മാത്രമുള്ള കാര്യമില്ല കേട്ടോ പറഞ്ഞത്, നമ്മുടെ മനുഷ്യന്മാർക്കും വളരെ നല്ലതാണ്. നമ്മൾ എല്ലാ ഇലകൾ കഴിക്കണേക്കാളും വളരെ നല്ലത് നമുക്ക് മുരിങ്ങയില കഴിക്കുന്നത് തന്നെയാണ്. പിന്നെ മുരിങ്ങയില കഴിക്കാൻ പാടില്ലാത്ത സമയം എന്ന് പറയുന്നത് കർക്കിടക മാസത്തിലാണ്. കർക്കിടക മാസത്തിൽ ഇനി വിഷാംശം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. എന്നാലും
പറയുന്നത് കർക്കിടക മാസത്തിൽ വിഷാംശം ഉണ്ടാകുമെന്നാണ്. പിന്നെ പറയേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് സ്ഥിരമായിട്ട് കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ കിട്ടുമ്പോഴത്തേക്കും നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അതുമാത്രമല്ല ഇതിപ്പോൾ മിക്സിയിലൊക്കെ അരച്ചെടുത്തിട്ടാണെങ്കിലും ഒന്ന് സിറപ്പ് പോലെയൊക്കെ ആക്കിയിട്ട് നമുക്ക് ഫ്രീസറിലൊക്കെ വെച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ കുറേശ്ശെ എടുത്ത് കോഴിക്ക് തീറ്റ കൊടുക്കുമ്പോഴത്തേക്കും കുറേ ക്യൂബ് പോലെയൊക്കെ ആക്കി വെക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. പിന്നെ അല്ലാതെ നമുക്ക് നല്ല വെയിലുള്ള ഈ സമയത്തല്ല കേട്ടോ, നല്ല വെയിലുള്ള സമയത്ത് ഉണക്കി പൊടിച്ചെടുത്താലും കോഴികൾക്ക് ആവശ്യത്തിനുള്ള ഫുഡിൽ ചേർത്തും കൊടുക്കാം. അതുപോലെ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിലുള്ള ഫുഡിൽ നമുക്ക് ചേർത്ത് കഴിക്കുകയും ചെയ്യാം. അപ്പം നമ്മൾ എത്രമാത്രം നമ്മൾ ഉപയോഗിക്കുന്നോ അത്രമാത്രം നമുക്ക് അതിൻ്റെ അനുസരിച്ചുള്ള ഗുണം കിട്ടുന്നതായിരിക്കും. പിന്നെ മുരിങ്ങയിൽ ബീറ്റ കരോട്ടിൻ പോലുള്ള ആൻറ്റി ഓക്സിഡൻസ് ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് കോഴികൾ ചത്തുപോകുന്നൊരു ഇതുണ്ടല്ലോ. ഈ പെട്ടെന്ന് ചിലർ പറയാറുണ്ട് രാത്രി കൂട്ടി കയറുന്നവരൊരു കുഴപ്പമുണ്ടായിരുന്നില്ല, നേരം വെളുത്തപ്പോൾ ചത്ത് കിടക്കുന്നു. അപ്പോൾ പെട്ടെന്ന് വരുന്ന ഹൃദ്രോഗം പോലുള്ള അറ്റാക്ക് പോലുള്ള സംഭവങ്ങളാണ് കോഴികൾക്ക് വരുന്നത്. പെട്ടെന്ന് ചത്തുപോവുക അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. അതുപോലെ കോഴികൾക്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും. അവർ ചെറിയ അസുഖങ്ങളൊന്നും പെട്ടെന്ന് പിടിക്കില്ല. അവർക്ക് ഒരു പകർച്ചവ്യാധിയോ പെട്ടെന്ന് വന്നാലൊന്നും നമ്മുടെ കോഴികൾക്ക് സ്ഥിരമായിട്ട് കൊടുക്കുന്ന കോഴികൾക്ക് പെട്ടെന്നൊന്നും വലിയ അസുഖങ്ങളൊന്നും പിടിക്കാതെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. പിന്നെ നമുക്ക് ഈ പല കർക്കിടക മാസത്തിൽ പറയുന്നത് ശരിയായിരിക്കാം, ബാക്കിയുള്ള സമയത്ത് നമുക്കിത് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ ബാക്കിയുള്ള സമയത്ത് നമുക്ക് കോഴികൾക്കാണെങ്കിലും നമുക്കാണെങ്കിലും ഒക്കെ ഇത് ഉപയോഗിക്കാം. അത് മാക്സിമം ഉപയോഗിക്കുകയാണ് വേണ്ടത്. നമ്മൾ കോഴികൾക്കെന്ന് പറയണത് ഈ മഴക്കാലം വെച്ചാൽ വളരെ ഡേഞ്ചറായ സമയം തന്നെയാണ്. മഴക്കാലത്ത് നമ്മൾ കോഴികളെ വളർത്തുക എന്ന് പറയുന്നത് നല്ല ഡേഞ്ചറായ സമയം തന്നെയാണ്. അവർക്ക് തണുപ്പും അതുപോലെ രോഗങ്ങളും ഒരുപാട് പിടിപെടാനുള്ള നല്ല സമയമാണിത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അസുഖങ്ങൾ പിടിക്കാറുണ്ട്. നമ്മുടെ കോഴികൾക്കാണെങ്കിലും എല്ലാവർക്കും പെട്ടെന്ന് അസുഖങ്ങൾ പിടിക്കാറുണ്ട്. പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഒരു കോഴിക്ക് പകർച്ചവ്യാധി പിടിച്ചു കഴിഞ്ഞാൽ അത് എല്ലാ കോഴികൾക്കും പെട്ടെന്ന് പിടിക്കുകയും ചെയ്യും. എല്ലാ കോഴികളും പെട്ടെന്ന് നശിഞ്ഞു പോവുകയും ചെയ്യും. എല്ലാം ചതുക്കും പെട്ടെന്ന് തന്നെ കൂട് കാലിയാകുന്ന ഒരവസ്ഥയാണ് വരുന്നത്. അപ്പോൾ അതുപോലുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ പോവാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കോഴികളെ മാക്സിമം നമ്മൾ ശ്രദ്ധിക്കണം. നമുക്കറിയാവുന്ന മെഡിസിനും നമ്മുടെ ഇലകളും ഒക്കെ നമ്മൾ തന്നെ നമുക്ക് കോഴികൾക്ക് കൊടുക്കുകയാണെങ്കിൽ വലിയ പ്രോബ്ലങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ പരമാവധി നിങ്ങൾ മഴയത്തൊന്നും വിടാതെ നോക്കുക. ഇപ്പം നമ്മുടെ മഴയില്ലാത്തപ്പോഴായിട്ട് പുറത്തേക്ക് പോണത്. അപ്പോൾ നമ്മൾ കൂടുതൽ മഴയത്ത് വിടുവാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് മഴ വരുമ്പോൾ കയറി നിൽക്കാനുള്ള ഒരു സ്പേസും ഏരിയയും നിങ്ങൾ ശരിയാക്കി തന്നെ കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അവർ മഴ നനഞ്ഞും ഇതാക്കി നടക്കുമ്പോൾ പെട്ടെന്ന് അവർക്ക് അസുഖങ്ങൾ വരും. അതുപോലെ തന്നെ പനികൾ വരും. അപ്പോൾ പിന്നെ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് വരെ മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ വരാതെ നോക്കുകയല്ലേ ഇപ്പോൾ നമുക്ക് വേണ്ടത്. അപ്പോൾ വരാതെ നോക്കുക എന്ന് വെച്ചാൽ നമുക്ക് കൊടുക്കുന്ന ഫുഡിലായിരിക്കും നമുക്ക് കൂടുതൽ ഉണ്ടാവുന്നത്. പിന്നെ എല്ലാവരും വാക്സിൻ എടുക്കാറുണ്ട്. വാക്സിൻ എടുക്കണവർ കണ്ടിന്യൂസ് ചെയ്തു പോവുക. വാക്സിൻ കണ്ടിന്യൂസ് ചെയ്യുന്ന കോഴികൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു കൊടുക്കുക. 6 മാസം കൂടുമ്പോൾ ചെയ്യുന്ന വാക്സിൻ ഉണ്ട്, അല്ല കണ്ണിലൊഴിക്കുന്ന വാക്സിൻ ഉണ്ട്, അങ്ങനെ പല വാക്സിൻ ഉണ്ട്. അപ്പം അത് ഏത് വാക്സിനാണോ നിങ്ങൾ ചെയ്യുന്നത് അത് കറക്റ്റായിട്ട് ചെയ്തു കൊടുക്കുക. പിന്നെ ഒരുപാട് ആൻറ്റിബയോട്ടിക് ഒന്നും നിങ്ങൾ കോഴികൾക്ക് പെട്ടെന്ന് കൊടുക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. ആദ്യം നമുക്കറിയാവുന്ന കുറച്ച് പച്ചമരുന്നുകളും അതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മുടെ വീഡിയോസ് തന്നെ ഒരുപാട് മരുന്നുകൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ കോഴികൾക്കും അതൊക്കെ തന്നെയാണ് ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ അവർക്ക് അതൊന്നും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ മറ്റുള്ള ആൻറ്റിബയോട്ടിക്കിലൊക്കെ പോകാവുള്ളൂ. പെട്ടെന്ന് പിടിച്ച് ആൻറ്റിബയോട്ടിക് കൊടുക്കുമ്പോൾ ചിലപ്പോൾ കോഴികൾക്ക് അതും കൂടി താങ്ങാതെ വരും. പിന്നെ നല്ല ക്ഷീണമായ കോഴികൾക്ക് ആൻറ്റിബയോട്ടിക് കൊടുത്താലും ചിലപ്പോൾ അത് ചത്തുപോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കെയർഫുള്ളായിട്ട് നോക്കിയെന്നില്ലാണ്ടെങ്കിൽ നമ്മുടെ ഈ മഴക്കാലത്ത് നമ്മുടെ കൂട് കാലിയാവുന്നത് അറിയത്തേയില്ല, പെട്ടെന്ന് ചത്തുപോകും. അപ്പം മാക്സിമം നല്ല രീതിയിൽ തന്നെ നോക്കുക. അതിൻ്റെ ഫുഡും കാര്യങ്ങളും വളരെ ക്ലീനായിട്ട് നോക്കുക. അതുപോലെ ഡ്രൈ ഫുഡ് കൊടുക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. ഒരുപാട് വെള്ളമായിട്ട് കുഴച്ചൊന്നും ഇപ്പോൾ ഫുഡ് കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല. അതുപോലെ ഇലകൾ എന്തെങ്കിലും അരച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് അരച്ച് കൊടുക്കുക. ഒരുപാട് വെള്ളം ചേർത്ത് കുറേ ഇങ്ങനെ ലൂസായിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ അവർക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അതുപോലെ കൂടുകൾ ക്ലീനാക്കി നോക്കുക. നമ്മൾ പല വീഡിയോസും പറഞ്ഞിട്ടുണ്ട്, എന്നാലും വീണ്ടും പറയുവാണ്, കൂടുകൾ ക്ലീനാക്കി നോക്കുക. പിന്നെ ഇതുപോലെ മുരിങ്ങയിലൊക്കെ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് കിട്ടുന്നവരുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും, അതൊക്കെ സ്ഥിരമായിട്ട് കൊടുക്കുക. മുരിങ്ങയില മാത്രമല്ല ബാക്കിയുള്ള ഇലകളൊക്കെ ആണെങ്കിലും സ്ഥിരമായിട്ട് മുരിങ്ങയില നിങ്ങൾക്ക് ഈ മഴക്കാലം കഴിയുന്നവരെ കൊടുക്കാൻ പറ്റുമെന്നെങ്കിൽ അങ്ങനെ തന്നെ കൊടുക്കുക കേട്ടോ. അത് അത്രമാത്രം ഗുണങ്ങളുള്ള കാര്യമായതുകൊണ്ടാണ് വീണ്ടും പറയുന്നത്. ചിലയിടത്തൊക്കെ വലിയ ഉപകാരങ്ങളായിട്ടുണ്ടാവും. അങ്ങനെയുള്ളവർക്കൊക്കെ ലാഭിഷമായിരിക്കും കൊടുക്കാൻ പറ്റുള്ളവർ കൊടുക്കുക.
നല്ല രീതിയിൽ കോഴികളെ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് വരുമാനം നേടാം. അപ്പോൾ അവരെ എത്രമാത്രം നല്ല രീതിയിൽ നോക്കാൻ പറ്റുമോ അത്രമാത്രം നല്ല രീതിയിൽ നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. സ്കിപ്പ് ചെയ്യാതെ കണ്ട എല്ലാവർക്കും താങ്ക്സ് വെരി മച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.